ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്ന മക്കൾക്ക് രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാവട്ടെ ഈ ദിനങ്ങൾ. വിശുദ്ധ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാളിൻ്റെ രണ്ടാമത്തെ പുണ്യദിനം. ഇന്നത്തെ വചനവായനകളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി ദൈവത്തിൻ്റെ പ്രിയജനത്തെ രക്ഷിച്ച സംഭവം. അതുപോലെ തൻ്റെ പ്രിയജനത്തിൻ്റെ രക്ഷയ്ക്കായി മനുഷ്യപുത്രനും ഒരു നാൾ കുരിശിൽ ഉയർത്തപ്പെടണമെന്ന് ദൈവം സൂചിപ്പിക്കുകയാണ്. നാശത്തിലേക്ക് പോകുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വവും രക്ഷിക്കപ്പെട്ടവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയുമാണ്. അതെ, നമ്മുടെ കർത്താവിൻ്റെ കുരിശ് ഏവർക്കും രക്ഷയുടെ, സ്നേഹത്തിൻ്റെ, കൃപയുടെ, കരുണയുടെ നീർച്ചാലാണ്. കുരിശായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയുടെ സ്രോതസ്സ്. ഈ ചൈതന്യം നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്കായി കൈമാറാം. ഇന്നത്തെ ഈ ദിവ്യബലിയിൽ നമ്മുടെ വിശ്വാസ പരിശീലന യൂണിറ്റിലെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നമ്മുടെ ഇടവകയിലെ എല്ലാ ഭക്തസംഘടനകളെയും സമർപ്പിക്കാം. ഈ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രവീൺ കുരിശിങ്കലച്ചനോടും വചനം പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട റോജച്ചനോടും മറ്റു സഹവൈദികരോടും നമ്മുടെ വികാരി ജോയച്ചനോടും കൂടെ ചേർന്ന് ഈ ദിവ്യബലിയിൽ ഏറ്റവും ഭക്തിയോടെ നമുക്ക് പങ്കുചേരാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോയിയച്ഛൻ, സ്നേഹബഹുമാനപ്പെട്ട റോജു അച്ഛ, വിപിനച്ഛ, ആൻഡസ് അച്ഛ, ജോസഫ് അച്ഛ, ഈ വിശുദ്ധ കുരിശിൻ്റെ ഈ ദേവാലയത്തിൽ ഇന്ന് വിശുദ്ധ ബലിക്ക് അണഞ്ഞിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുട്ടികളെ, വളരെ സന്തോഷത്തോടുകൂടെ ഈ ദേവാലയത്തിൻ്റെ മുഖവാരം പുതുക്കി അത് വളരെ മനോഹരമായ ആ ഒരു സംതൃപ്തിയും സന്തോഷത്തോടും കൂടെ നമ്മൾ ഈ വർഷം തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ മുഖവാരത്തിന് അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി, മനോഹരമാക്കുവാൻ വേണ്ടി പരിശ്രമിച്ച വികാരിയച്ഛനും റുബനച്ഛനോടൊപ്പം നിന്ന് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഞങ്ങളെല്ലാവരുടെയും വൈദികരുടെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ആദ്യമേ തന്നെ നേരുകയാണ്. ഈ വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ കുരിശ് സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്, ത്യാഗത്തിൻ്റെ പ്രതീകമാണ്, ദൈവം ഇഷ്ടത്തിൻ്റെ പ്രതീകമാണ്. ദൈവം നമ്മളെല്ലാം സ്നേഹിച്ചതിൻ്റെ പ്രതീകമാണ്. നമുക്ക് വേണ്ടി തന്നെ ജീവൻ നൽകിയ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതിൻ്റെ പ്രതീകമാണ് ഈ വിശുദ്ധ കുരിശെങ്കിൽ. വിശുദ്ധ കുരിശിൻ്റെ താഴെ നമ്മൾ ബലി ഒന്ന് ചേർന്ന് അർപ്പിക്കുമ്പോൾ നമ്മളെയും യേശുനാഥൻ ക്ഷണിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. സ്നേഹത്തിലുള്ള വളർച്ചയും പരസ്പരം പങ്കുവെക്കുന്നതിനുള്ള വളർച്ചയും, അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹത്തിലേക്ക്, വളർച്ചയിലേക്കാണ് നമ്മളെല്ലാവരെയും യേശുനാഥൻ ക്ഷണിക്കുക. പരിശുദ്ധമായ ഈ ബലി ഒന്ന് ചേർന്ന് അർപ്പിക്കുമ്പോൾ, ഈ ദിവസങ്ങൾ തിരുനാൾ ആഘോഷങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ, വിശുദ്ധ കുരിശിൻ്റെ മക്കളെന്ന് നിങ്ങളെല്ലാവരും അഭിമാനത്തോടുകൂടെ ഓരോ ദിവസവും ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ തിരുനാൾ ആഘോഷം പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ വളരുവാൻ, വിശുദ്ധ കുരിശിൻ്റെ ഭക്തിയിൽ വളരുവാൻ, സ്നേഹത്തിൽ വളരുവാൻ, ത്യാഗത്തിൽ വളരുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഓരോ ദിവസം ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏറ്റവും പരിശുദ്ധിയോടുകൂടെ ഇങ്ങനെ ഒന്ന് ചേർന്ന് അർപ്പിക്കുവാൻ നമ്മുടെ ജീവിതം പോയിട്ടുള്ള എല്ലാ കുറവുകളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ വിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ദൈവത്തിനോ മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങേകജാതൻ കുരിശിൽ സഹിക്കണമെന്നതിനുള്ളമായല്ലോ. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്നേഹത്തിൽ നിന്ന് നിലനിർത്തുകയും സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം കൈവരിക്കുവാൻ അർഹരാകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്ന ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സംഖ്യാപുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് വേദം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിനെ? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്നു ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു, അങ്ങേക്കും കർത്താവിനെതിരായി സംസാരിച്ചു. ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിതൃസർപ്പമുണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പമുണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കർത്താവിന്റെ വചനം. പ്രതിദിന സങ്കീർത്തനം. സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. സർവശക്തന്റെ തണലിൽ
യേശുക്രിസ്തു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. എല്ലാവരും എന്നെ കേൾക്കുക. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കുരിശുമരണത്താൽ ലോകം വീണ്ടെടുത്ത് രക്ഷിച്ചു. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 3, 13 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. അക്കാലത്ത് യേശു നിക്കോദെമോസിനോട് അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ ഭാവങ്ങൾ നിറഞ്ഞ ചെയ്യട്ടെ. സ്നേഹബഹുമാനമുള്ള പ്രവീണച്ച, ജോയിയച്ച, ജോസഫച്ച, വിപിനച്ച, അന്തസ്സച്ച, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ സംഭവത്തിന് ഓർക്കേണ്ടതല്ലേ? ഈ സംഭവത്തിന് ഓർക്കുന്നുണ്ടോ? അത് മതി. ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് നാൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുകയായിരുന്നു. വിപിനച്ചനും ഉണ്ടായിരുന്നു കുറച്ച് നാൾ ഞങ്ങളോടൊപ്പം. അപ്പോൾ ഞാൻ മണിപ്പൂരായിരുന്നു. അവിടെ കുക്കികളുടെ ഇടയിൽ ഒരു പാരമ്പര്യമുണ്ട്. അവിടെ ഗ്രാമത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ മുടക്ക, സ്കൂളില്ല, കടകളില്ല, ഒന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് ഈ മരിച്ചയാളുടെ വീട്ടിൽ പോയിരിക്കും, പ്രാർത്ഥിക്കും, അയാളെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറയും. ഭാഷ അറിവുള്ളതുകൊണ്ട് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് ധരിക്കും. ഏറ്റവും വിചിത്രമായ ആചാരം എന്ന് പറയുന്നത്, ഈ മരിച്ച ആളെ അടക്കാൻ വേണ്ടി സിമിത്തേരിയിലേക്ക് പോകുമ്പോൾ ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രായമുള്ള ആളാണ് കുരിശെടുക്കുന്നത്. ഏറ്റവും പ്രായമുള്ള ആളാണ് കുരിശെടുക്കുന്നത്. പലപ്പോഴും നടക്കാൻ സാധിക്കാത്ത ഒരു അപ്പാപ്പൻ കുരിശെടുത്ത് ശവമഞ്ചത്തിന്റെ മുന്നേ പോകും. ആളുകളെല്ലാം പുറകെ
ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും എല്ലാം മാതൃകയാവേണ്ടത് ഈ പ്രായമുള്ള മനുഷ്യരാണ്. പച്ചക്ക് പറഞ്ഞ അടുത്തത് ഇയാളാണെന്ന്. ഞാൻ ചെന്നിട്ട് അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. 7 മരണം നടന്ന് ഈ മനുഷ്യൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വന്നിറങ്ങിയപ്പോ എനിക്കാകെ ടെൻഷനായി. എന്താണ് ഈ കുരിശ് എന്ന് പറയുന്നത്? എന്താണ് കുരിശ്? എന്താണ് കുരിശ്? പോരട്ടെ, എനിക്കറിയാൻ പാടില്ല എന്താ കുരിശ്. അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മാഷാവരും അറിയാൻ പാടില്ല. എന്താ കുരിശ്? എന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാനാ കുരിശെന്ന് എനിക്ക് തോന്നുന്നു. ഭാരപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും ആ കുരിശ്. എന്താ കുരിശ്? പോരട്ടെ. വിപിനച്ചന്റെ എനിക്കറിയാം, ഞങ്ങൾ കുറെ ഭാഷകളിൽ ഖുർആൻ ചൊല്ലിയിട്ടുണ്ട്, പക്ഷെ ഈ ഭാഷ എനിക്ക് മനസ്സിലാകില്ല. ഏതാ? ഭാരപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതാ കുരിശ്. ഞാൻ ഇന്ന് വണ്ടിക്ക് വന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്റെ മുമ്പിൽ ഏതാണ്ട് 6 കുരിശുകൾ, 5 കുരിശുകൾ. ഒന്ന് വിപിനച്ചൻ, എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിലെ ആൾക്കാർ. പിന്നെ നോക്കിയപ്പോൾ പ്രവീനച്ചൻ, ഡോക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞ് വലിയ പഠനങ്ങളും ലോകങ്ങളൊക്കെ കണ്ട ഒരച്ഛൻ. ജോസഫ് അച്ഛൻ ചെറുതാണെങ്കിലും എന്നെ പഠിപ്പിച്ചിട്ടുള്ള അച്ഛനാണ്. വലിയൊരു കുരിശി. അതിനപ്പുറത്തേക്ക് സ്വന്തം ബാച്ച്മേറ്റ് ആൻഡസ്. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, കുരിശിനൊരു കുറവുമില്ല. പിന്നെ ജോയി അച്ഛൻ, എല്ലാ അനുഭവങ്ങളുമുള്ള ഒരച്ഛൻ. അപ്പോ ഭാരപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും കുരിശ്. ഇറങ്ങിയപ്പോ എനിക്ക് തോന്നി കർത്താവെ കുരിശാണല്ല എടുത്തത്. എങ്ങനെ ഈ കുരിശ് ഭാരപ്പെടുമ്പോഴും ഭയപ്പെടുത്തുമ്പോഴും നമ്മുടെ ഭാഗമാക്കി മാറ്റാം. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എങ്ങനെയാ നമുക്കിത് ഭാഗ്യമാക്കി മാറ്റാം? ഇതാണ് ചിന്തിക്കുന്നത്. 3 കാര്യങ്ങളാണ്. ആദ്യത്തത്, ഒന്ന് കുരിശ് ആവശ്യമാണ്. പറഞ്ഞേ, കുരിശ് ആവശ്യമാണ്. 2, കുരിശ് ആവേശമാണ്. എന്താണ്? ആവേശമാണ്. വീണ്ടും കുരിശ് ആദർശമാണ്. കുരിശ് ഇനി പോരട്ടെ. 1 ആവശ്യമാണ്, 2 ആവേശമാണ്, 3 ആദർശമാണ്. ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, കുരിശെടുക്കാതെ എന്നെ അനുഗമിക്കാൻ സാധിക്കില്ല. നീ നിന്റെ ഈ ദിവസത്തിന്റെ കുരിശെടുക്കാതെ നിനക്ക് എന്നെ അനുഗമിക്കാൻ സാധിക്കില്ല. സഭ പഠിപ്പിക്കുന്നു, കാലാകാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നു, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. സഭ പഠിപ്പിക്കുന്നു കുരിശില്ലാതെ രക്ഷയില്ല. കുരിശ് നമുക്ക് ആവശ്യമാണ്. കുരിശ് നമുക്ക് ആവശ്യമാണ്. ഇനി സങ്കീർത്തനത്തിലേക്ക് പോകാം. സങ്കീർത്തനത്തിൽ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ നിയമത്തിൽ ആനന്ദിക്കുന്നവൻ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണ്. ഈ കുരിശ് എന്ന് പറയുന്നത് ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷമാണ്. എന്താണ് ആറെന്ന് പറയുന്നത്? എല്ലാ ഫലപുഷ്ടിയുമായി ഒഴുകുന്ന, എല്ലാ സാഹചര്യങ്ങളും നൽകപ്പെട്ട ഒരു വൃക്ഷമാണ് ഈ കുരിശ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെടുന്ന എത്ര ഭാരപ്പെട്ടതായിക്കൊള്ളട്ടെ, എത്ര ഭയപ്പെടുത്തുന്നതായിക്കൊള്ളട്ടെ, ഈ കുരിശ് നമുക്ക് ആവശ്യമാണ്. ആമുഖത്തിൽ വായിച്ചില്ലേ, സുന്ദരമായിട്ട് മോശ പിത്തള സർപ്പത്തെ ഉയർത്തി. അത് ഇസ്രായേൽ ജനത്തിന് ആവശ്യമായിരുന്നു. എന്തിനായിരുന്നു? എന്തിനു വേണ്ടിയാണ് പിത്തള സർപ്പത്തെ ഉയർത്തിയത്? അവർക്ക് എന്തായിരുന്നു ആവശ്യം? അവർ മരണത്തിലേക്ക് പോകുന്നു, രോഗത്തിലേക്ക് പോകുന്നു, പീഡകളിലേക്ക് പോകുന്നു, അസ്വസ്ഥതകളിലേക്ക് പോകുന്നു. എല്ലാ തലങ്ങളിലും ആ ഉയർത്തിയ കുരിശ്, അതിലേക്ക് നോക്കിയവരെല്ലാം രക്ഷ പ്രാപിച്ചു എന്ന വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ മുൻപിൽ കുരിശ് ആവശ്യമാകുന്നത് രക്ഷപ്പെടാണ്, രോഗങ്ങളിൽ നിന്ന്, പീഡകളിൽ നിന്ന്. കുരിശിന്റെ ആകൃതിയല്ല, കുരിശിന്റെ ഭാരമല്ല,
കുരിശ് ആയിരിക്കുന്ന തലങ്ങളല്ല. നമ്മൾ എപ്രകാരം സ്വീകരിക്കുന്നു ആവശ്യം എന്ന് പറയുന്നത്, ഇത് സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോഴാണ് കുരിശ് ആവശ്യം എന്നത് നമ്മിൽ ആഴപ്പെടുന്നത്. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, ഭാര്യ ഭർത്താവിന്റെ വിശുദ്ധീകരണത്തിനാണ്. ഭർത്താവ് ഭാര്യയുടെ ഒരട്ടെ ഷർട്ടലക്കാനാണ്, മുറിയടിക്കാനാണ്, ഇടികൊള്ളാനാണ്. ഒരട്ടെ എന്തിനാ? ഭാര്യ ഭർത്താവിന്റെ ഒരട്ടെ ഭർത്താക്കന്മാർ വിശുദ്ധീകരണത്തിനാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കുരിശെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്തിന്? നമ്മുടെ വിശുദ്ധീകരണത്തിന്, നമ്മുടെ സൗഖ്യത്തിന്, നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ സന്തോഷത്തിന്. ചില ഭാര്യമാർക്ക് ഇത്തരണത്തിലുള്ള ഭർത്താവിനെ കിട്ടൂ. ഈ സൈസ്, ഈ കളറിലും ഈ വെയിറ്റിലുമുള്ള ഭർത്താവിനെ ഭർത്താവ് വചനം വായിക്കുന്നില്ലേ? ആദ്യത്തെ പേര് ഞാൻ എവിടെ എഴുതി പറഞ്ഞത്? ഒരട്ടെ വചനം പോരട്ടെ. എവിടെ എഴുതി പറഞ്ഞത്? ഉള്ളം കയ്യിൽ എഴുതി അല്ലേ? ലീലാമ്മ തങ്കപ്പനെ കെട്ടു അല്ലേ? ഈ കുരിശ് എടുത്തേ പറ്റൂ, ഈ കുടുംബത്തിൽ വന്നേ പറ്റൂ, ഈ കടൽ വാതുരുത്ത് വന്നേ പറ്റൂ. കുരിശ് ആവശ്യമാണ് വിശുദ്ധീകരണത്തിന്, സന്തോഷത്തിന്, സമാധാനത്തിന്, ഉയർപ്പിന്. നമ്മുടെ ഉയർപ്പിന് കുരിശ് ആവശ്യമാണ്. ഈശോ കുരിശെടുത്തുകൊണ്ടാണ് നമുക്കെല്ലാം ഉയർപ്പിന്റെ വലിയ വാഗ്ദാനത്തിൽ അവൻ ജീവിച്ചത്. വലിയ വാഗ്ദാനത്തിൽ അവൻ ജീവിച്ചത്. കുരിശ് ആവശ്യമാണ്. മക്കളാണ് കുരിശ്, ഭാര്യയാണ് കുരിശ്, ഭർത്താവാണ് കുരിശ്, രോഗമാണ് കുരിശ്, നൽകപ്പെടുന്നത് ഏത് കുരിശുമായിക്കൊള്ളട്ടെ, ഈ കുരിശെല്ലാം നമ്മിൽ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. ഇനി എന്താ സുവിശേഷം എന്ന് പറയുന്നത്? എത്ര സുവിശേഷമാണ് നമുക്ക്? ചില പള്ളിയിലൊക്കെ എട്ടണമുണ്ട്. അത് ഉപയോഗിച്ചത് എവിടെ എത്തണമുണ്ട്? 4 സുവിശേഷം. ഏതൊക്കെ? മത്തായി, യൂദാത്തദേവൂസ്, ഒരട്ടെ മത്തായി, മർക്കോസ്. കാറ്റഗിസം പിള്ളേര് പറയും, അമ്മമാരൊക്കെ പറഞ്ഞിട്ടില്ലേ? ആരൊക്കെയാണ്? മത്തായി, മർക്കോസ്, ലൂക്ക്, യോഹന്നാൻ. നമ്മുടെ ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 73, 74 നമ്മൾ പറയാറുണ്ട്. എന്തേ ഈ 4 ബുക്കുകളെ മാത്രം നമ്മൾ സുവിശേഷം എന്ന് വിളിക്കുന്നു? എന്തേ ഈ 4 പുസ്തകങ്ങളെ മാത്രം സുവിശേഷം എന്ന് പറയുന്നു? കഥ വേറെ ബുക്കിലില്ലേ? ഉപമ വേറെ ബുക്കിലില്ലേ? ഈശോ വേറെ ബുക്കിലില്ലേ? ഈ സുവിശേഷങ്ങളിലെല്ലാം എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണോ? ചില അത്ഭുതങ്ങൾ ചിലരിടത്തില്ല. ഈശോ ജനിച്ചതുപോലെ 2 പേരെ പറഞ്ഞുള്ളൂ. 4 സുവിശേഷത്തിൽ 2 സ്ഥലത്തെ ഈശോ ജനിച്ചതുപോലും പറഞ്ഞുള്ളൂ. എല്ലാ സൗഖ്യങ്ങളും എല്ലായിടത്തും ഇല്ല. യോഹന്നാൻ പറഞ്ഞത് നമുക്കും മനസ്സിലായില്ല, അവർക്കും മനസ്സിലായില്ല. പിന്നെ എന്തേ? ഒറ്റ കാര്യമുള്ളൂ, സുവിശേഷത്തിൽ മാത്രമേ കുരിശുള്ളൂ. കുരിശ് ആവശ്യമായി വന്നപ്പോൾ, കുരിശ് ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ അത് സുവിശേഷമായി മാറി. മറ്റൊരിടത്തും കുരിശിനെ കുറിച്ച് പറയുന്നില്ല. ഉയർപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ. പക്ഷെ കുരിശുകളെ കുറിച്ച് വളരെ ലളിതമായിട്ട് പറയുന്നു. പക്ഷെ കുരിശ് എന്തായിരിക്കണം, എങ്ങനെ അവൻ സഹിച്ചു, എങ്ങനെ അവൻ ജീവിച്ചു, ഈ ഭാരപ്പെടുത്തിയതും ഭയപ്പെട്ടതും അവന്റെ ഭാഗവും അവന് ഭാഗ്യവുമായി മാറിയത് എങ്ങനെ എന്ന് പറയുമ്പോഴാണ് കുരിശിന്റെ ആവശ്യവും അത് സുവിശേഷവുമായി മാറുന്നത്. അഗസ്തീനോസ് വലിയൊരു തിയോളജി പറഞ്ഞു. ഭാഗ്യമായി വന്ന പാപം എന്ന് പറഞ്ഞു. അതായത് പാപമെന്നല്ല അഗസ്തീനോസ് ഉദ്ദേശിച്ചത്, ഭാഗ്യമായി വന്ന കുരിശ്. ആ കുരിശ് ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ രക്ഷയിലേക്ക് ഈശോയ്ക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചതെന്നാണ് അഗസ്തീനോസ് പറഞ്ഞത്. അപ്പോൾ കുരിശ് ആവശ്യമാണ്. ഈ 2 പറഞ്ഞത് കുരിശ് ആവശ്യം പറഞ്ഞല്ലോ. ആവശ്യം
ഞാൻ ചില ഗോകുലത്തുകാരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ വള്ളംകളി ഒരു ആവേശമാണ്. ഈ കുരിശ് എങ്ങനെ ആവേശം? ഈശോയിലേക്ക് പോകാം. ഈശോ 3 ആവർത്തി പറയുന്നുണ്ട്, ഞാൻ പീഡകൾ സഹിക്കും, കുരിശിൽ മരിക്കും, ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് ആവേശം എന്ന് പറയുന്നത്. അവൻ അറിയാൻ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യമാണ്, ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷെ അവൻ അവന്റെ ഉള്ളിൽ ആ ആവേശം സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാരോട് ഇടതടവില്ലാതെ പല ആവർത്തി അവൻ പറയുന്നത്, ഞാൻ കുരിശ് മരണം. അതിനെ എതിർക്കാൻ പത്രോസിന് പണി കൊടുക്കുന്നുണ്ട്, പിശാചെ മാറിക്കിട്ടാണ് പോകുന്നത് അല്ലേ? ആവേശമുള്ള കുരിശിനോട് ആവേശം കാണിക്കുന്ന ഈശോയെ നമ്മൾ എങ്ങനെയാണ്? നമ്മുടെ കുരിശുകളൊക്കെ നമ്മൾ മുറിച്ച് കളയുന്നു, അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്നു. കുരിശുകൾ നമ്മൾക്ക് ആവേശം നൽകുന്നില്ല. നമ്മളായിരിക്കുന്ന തലത്തിൽ കുരിശുകൾ നമ്മൾക്ക് ആവേശമല്ല. വീണ്ടും സങ്കീർത്തനത്തിലേക്ക് പോകാം. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഇലകൊഴിയാത്ത വൃക്ഷം. കർത്താവിന്റെ നിയമം പാലിക്കുന്നവൻ ഇലകൊഴിയാത്ത വൃക്ഷമാണ്. ഇലകൊഴിയുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. അവന് ആ പച്ചപ്പ് അവനിൽ കെട്ടുപോകുന്നില്ല. അവനായിരിക്കുന്ന തലത്തിൽ എപ്പോഴും പച്ചപ്പാണ്. ഇതാണ് ആവേശം എന്ന് പറയുന്നത്. നൽകപ്പെടുന്ന സാഹചര്യങ്ങൾ എത്ര ഭീതിജനകമാകട്ടെ, എത്ര ബുദ്ധിമുട്ടുള്ളതാകട്ടെ, ഇവിടെയെല്ലാം ഈ കുരിശിനോട് ചേർന്ന് ജീവിതത്തിന്റെ പച്ചപ്പ് സൂക്ഷിക്കുന്ന ഒരവസ്ഥ. ഒരു ചപ്പാത്തിക്കഥ കേട്ടിട്ടുണ്ട്. ചപ്പാത്തിക്കഥ ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ചേട്ടന്റെ പേര് ചാണ്ടിച്ചേട്ടൻ. ചാണ്ടിച്ചേട്ടന്റെ വീട്ടിൽ ഏതോ ഒരച്ഛൻ ഭക്ഷണത്തിന് ചെന്നപ്പോൾ ചാണ്ടിച്ചേട്ടന്റെ ഭാര്യ റീസച്ചേട്ടത്തി കൊണ്ടുവന്ന് കൊടുത്തത് കരിഞ്ഞ ചപ്പാത്തിയാണ്. വികാരി അച്ഛന് നല്ല ചപ്പാത്തിയും. അപ്പോ റീസാമ്മച്ചേട്ടത്തിയോട് വികാരി അച്ഛൻ ചോദിച്ചു, എന്തേ ചാണ്ടിച്ചേട്ടന് കരിഞ്ഞ ചപ്പാത്തി? അപ്പോ റീസാമ്മച്ചേട്ടത്തി പറഞ്ഞു, ചാച്ചന് കരിഞ്ഞ ചപ്പാത്തിയെ ഇഷ്ടം. ചാച്ചന് കരിഞ്ഞ ചപ്പാത്തിയ ഇഷ്ടം. റീസച്ചേട്ടത്തി ഉള്ളിൽ പോയി അച്ഛൻ ചോദിച്ചു, എന്തേ കരിഞ്ഞ ചപ്പാത്തി? അപ്പോ ചാണ്ടിച്ചേട്ടൻ പറയുന്നു, അച്ഛാ ഇതൊരു 43 വർഷം മുമ്പുള്ള കഥയാണ്. ഇവള് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ചപ്പാത്തി ഇഷ്ടമാണ്. ഇവള് ചപ്പാത്തി ഉണ്ടാക്കി, ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇത് മുഴുവൻ കരിഞ്ഞു പോകാൻ തുടങ്ങി. റീസാമ്മച്ചേട്ടത്തെ വിഷമിപ്പിക്കാണ്ടിരിക്കാൻ ചാണ്ടിച്ചേട്ടൻ പറഞ്ഞു, എനിക്ക് കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടം. ഇന്ന് ചാണ്ടിച്ചേട്ടൻ കരിഞ്ഞ ചപ്പാത്തി തിന്നുന്നു, റീസച്ചേട്ടത്തി കരിഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആവേശം. ഇതാണ് ആവേശം. വീണ്ടും ബൈബിളിലേക്ക് പോകാം. പഴയ നിയമത്തില് അബ്രാഹത്തിനോട് ഏറ്റവും വലിയ ഭാരം ഭയപ്പെടുത്തുന്ന കാര്യമാണ് വീടും എല്ലാവരും വിട്ടുപോകുക. അവൻ പോകുന്നു. ഈ ദൈവത്തോടുള്ള ആവേശമാണ്. അവൻ പോകുന്നു. വീണ്ടും 100 വയസ്സ് കഴിഞ്ഞു അവനൊരു മകൻ ഉണ്ടാകുന്നുണ്ട് വാർദ്ധക്യത്തിൽ. ഈ മകനുമായി മല കയറാൻ പോകും പറയുന്നു. ബലിക്കുള്ള കുഞ്ഞാടില്ലാതെ മല കയറാൻ പോകുന്നു. നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ്. അബ്രഹാം എന്ന അപ്പന് വാർദ്ധക്യത്തിൽ മകനെ ലഭിക്കുന്നു. അതിന് പിന്നിലുള്ള കോലാഹലങ്ങളൊക്കെ അറിയാലല്ലേ? ആക്കി വിലക്കരട്ടിയുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എല്ലാം പറഞ്ഞാൽ നമുക്ക് സമയം തികയില്ല. എല്ലാ കോലാഹലങ്ങളും ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളുമായിട്ട് കണ്ണിനീരോടുകൂടി പോകുമ്പോ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ കുഞ്ഞാടവിടെ? കുഞ്ഞാടവിടെ? ഉള്ളു നിറയെ നീറുകയാ. പക്ഷേ ദൈവത്തോടുള്ള ആവേശമാണ് അവനെ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കത്തിയെടുക്കുമ്പോഴും ദൈവത്തോടുള്ള ആവേശമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ. വലിയ കുരിശ, മകനെയാണ് കൊല്ലാൻ പോകുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുരിശാവേശമായിട്ട് എടുത്താൽ നമ്മുടെ കുടുംബത്തിലെ ഭാരങ്ങളും, നമ്മുടെ കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് രോഗം, അസ്വസ്ഥതകൾ എല്ലാം ഒരു ആവേശമായി ദൈവസ്നേഹത്തോടുകൂടെ നമ്മൾക്ക് കാണാൻ സാധിച്ചാൽ അവിടെ ദൈവം ഇടപെടും. അവിടെ കൃപകളുണ്ടാകും. ഇതാണ് ഈശോയുടെ ജീവിതം നമുക്ക് വ്യക്തമാകുന്നത്. വചനത്തിൽ പോലും നമ്മൾ പോലും സംശയിച്ചു പലയാവട്ടെ, പിതാവേ എന്തുകൊണ്ട് എന്നെ കൈവെടിഞ്ഞു? എന്തുകൊണ്ട് എന്നെ കൈവെടിഞ്ഞു? പക്ഷെ ദൈവം ഇടപെടുന്നു. അത് സൗഖ്യമായി, സന്തോഷമായി, സമാധാനമായി, ഉയർപ്പായി നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നു. ഇനി 3
കുരിശൊരു ആദർശമാണ്. വീണ്ടും ഈ ആവേശവും ആദർശവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? സങ്കീർത്തനം തന്നെ. ഈ ഞാൻ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കീർത്തനം 3-ാം സങ്കീർത്തനമാണല്ലോ. സങ്കീർത്തനത്തിൽ വീണ്ടും പറയുന്നു, കർത്താവിന്റെ നിയമത്തിലായിരിക്കുന്നവൻ തക്ക സമയത്ത് ഫലം നൽകുന്ന വൃക്ഷമാണ്. തക്ക സമയത്ത് ഫലം നൽകുന്ന വൃക്ഷമാണ്. കുരിശ് ആദർശമാണെന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും മനസ്സിലാക്കലിന്റെയും ഇല്ലാതാക്കലിന്റെയും ആദർശമാണ്. വീണ്ടും വചനത്തിലേക്ക് വരാം. ഈശോ പഠിപ്പിക്കുന്നു, കുരിശിൽ കിടന്നുകൊണ്ട് ചുറ്റുമുള്ളവരെ നോക്കിക്കൊണ്ട് എന്താ പറയുന്നത്? കർത്താവേ, ഒരട്ടെ ഒരട്ടെ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. ജീവിതത്തിൽ ആദർശങ്ങളുള്ളവർക്ക് ഇതൊക്കെ പറ്റും. മറ്റുള്ളവരെ അംഗീകരിക്കാൻ, മറ്റുള്ളവരോട് പൊറുക്കാൻ, മറ്റുള്ളവരോടൊപ്പമായിരിക്കാൻ, മറ്റുള്ളവരിലേക്ക് ഇല്ലാതാകാൻ സാധിക്കണമെങ്കിൽ ജീവിതത്തിൽ ചില ആദർശങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. കുരിശ് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആദർശമായിരുന്നു. മദർ തെരേസ അറിയാലല്ലേ? മദർ തെരേസയുടെ സഭയുടെ സ്വത്തുകളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഭരണാധികാരികൾ ഓരോന്നായി കൂട്ടുകയും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മരവിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സുപ്പീരിയർ ജനറലായ സിസ്റ്ററിനോട്, ഈ സിസ്റ്റേഴ്സിന്, മദർ തെരേസ സിസ്റ്റേഴ്സിന് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, പാവങ്ങളാണ്, വലിയ പഠിപ്പൊന്നുമില്ല, രോഗികളെ നോക്കാനേ അറിയാൻ പാടുള്ളൂ, ചിരിക്കാനേ അറിയാൻ പാടുള്ളൂ. ഈ സിസ്റ്റേഴ്സിന്റെ മദർ ജനറലിനോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആശ്രമങ്ങളിലെ പൈസകളൊക്കെ ഇങ്ങനെ ഓരോന്നായി ഗവൺമെന്റ് കൂട്ടുന്നു, നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായിക്കുന്ന ഫണ്ടുകളെല്ലാം ഇങ്ങനെ പൂട്ടി പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഇനി മുന്നോട്ട് എങ്ങനെ? ആ മദർ ജനറല് അവരുടെ കഴുത്തിൽ ഇവിടെ ഒരു കുരിശ് കെട്ടി തൂക്കിയിട്ടുണ്ട്. മദർ തെരേസ സിസ്റ്റേഴ്സിനെ കണ്ടറിയാം. അവർ പറയും, ഇത് മതി, ഇത് മതി. ഇതാണ് ആദർശം എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്ത് നടന്നുകൊള്ളട്ടെ, എങ്ങനെയും ആയിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, അവിടെയെല്ലാം ഈ കുരിശൊരു ആദർശമായി ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ കൃപയായി മാറും. വീണ്ടും ഈശോ പ്രാർത്ഥിക്കുന്നില്ലേ, എന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ് ആദർശം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു, മുറിച്ചു കളയുന്നു, പിന്തിരിഞ്ഞു നിൽക്കുന്നു. ആദർശമായി ജീവിച്ച് ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ അതെല്ലാം സന്തോഷമായി മാറും. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു സാധുപദേശി കുഞ്ഞെന്ന് പറഞ്ഞ ഒരാളുടെ കഥ കേട്ടു. 1912 കാലഘട്ടം, വൈദികരൊക്കെ വളരെ കുറവുള്ള ഒരു കാലഘട്ടത്തിൽ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കുന്ന കുഞ്ഞു ഉപദേശി. ഈ ഉപദേശിക്ക് 3 മക്കളാണ്. ഇങ്ങനെ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗ പീഠത്തിലേക്ക് ഒരു പേപ്പർ കൊണ്ടുവരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പ്രസംഗം അവസാനിപ്പിക്കുക, ഉടനെ വീട്ടിലേക്ക് പോകുക. സാധുപദേശി തന്റെ വീട്ടിലേക്ക് പോകുന്നു, പ്രസംഗവും അവസാനിപ്പിച്ചു. അവിടെ ചെല്ലുമ്പോൾ തന്റെ 3 മക്കളിൽ ഏറ്റവും മിടുക്കനായ സാമുവേൽ എന്ന 2ാമത്തെ മകൻ മരണപ്പെട്ടിരിക്കുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു 2ാമത്തെ മകനെ കുറിച്ച്. വലിയ പ്രായമൊന്നുമില്ല, പക്ഷെ അവൻ മരിച്ചിരിക്കുന്നു. സാധുപദേശി പൊട്ടിക്കരയുന്നുണ്ട്. അവസാനം അദ്ദേഹം തന്റെ പേരെടുത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എഴുതി വെച്ചു. ഏത് പറഞ്ഞെന്ന് പറയാം? അത് തന്നെ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ. ഇതല്ല ആദർശമുള്ളവർ. ഇങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ കുരിശെന്ന വലിയ ആദർശം ജീവിക്കേണ്ടത്. അപ്പൊ പറഞ്ഞു വന്നത് ഇത്ര മാത്രം. ഭാരപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും നമ്മുടെ ഭാഗ്യമായി തീരണം, നമ്മുടെ ഭാഗമായി തീരണം. ഇതിനു വേണ്ടി കുരിശ് നമുക്ക് ആവശ്യമാണ്. കുരിശ് നമുക്ക് ആവേശമാകണം. കുരിശ് നമുക്ക് ആദർശമാണ്. ഒരു കുഞ്ഞു കഥ കൂടി പറയട്ടെ. നമുക്ക് സുപരിചിതമായ ഒരു കഥയാണ്. മാജിക് സ്റ്റിക്ക്, മാന്ത്രിക വടി എന്നാണ് കഥയുടെ പേര്. വളരെ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ് മാന്ത്രിക വടി. എന്നിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: ആ മാന്ത്രിക വടി കൊണ്ട് ഒരാളെ തൊട്ടിട്ട് നീ രാജകുമാരനാകട്ടെ എന്ന് പറഞ്ഞ അവൻ രാജകുമാരനാകും. വേറൊരാളെ തൊട്ടിട്ട് നീ പിച്ചക്കാരനാകട്ടെ എന്ന് പറഞ്ഞാൽ പിച്ചക്കാരനാകും. ഒരു സാധനത്തെ തൊട്ടിട്ട്
നൽകപ്പെട്ട ഏറ്റവും സുന്ദരമായ ഏറ്റവും വിലയുള്ള മാന്ത്രിക വഴിയാണ് നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ. ഈ കുരിശ് കൊണ്ട് നമ്മൾ തൊടുന്നത് എടുത്ത് നമുക്ക് സ്വർഗമുണ്ടാക്കാൻ സാധിക്കും. നമ്മളത് സ്വർഗവും സ്വർണവും വിലയുള്ളത് എന്തുമാക്കി മാറ്റാൻ ഈ മാന്ത്രിക വഴി കൊണ്ട് സാധിക്കും. പക്ഷെ ഉപയോഗിക്കുമ്പോൾ അറിയണം, ഇതെൻ്റെ ഭാഗമാണ്, ഇതെൻ്റെ ഭാഗ്യമാണ് എന്ന്. നമ്മൾ പലപ്പോഴും ഇത് ഭാരമായിട്ട് ഭയപ്പെടുത്തുന്നതായി മാത്രം കരുതിയാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ വിശ്വാസപൂർവ്വം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ പിതാവിൻ്റെയോ 14-ാമൻ പാപ്പയെ, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അംബ്രോസ് പിതാവിനെയും എല്ലാ അജപാലകരെയും കനിവാർന്ന് അനുഗ്രഹിക്കണമേ. അങ്ങേ ആത്മാവിൻ്റെ പ്രേരണയാൽ അങ്ങേ ജനത്തെ പരിശുദ്ധിയുടെ പാതയിൽ നയിക്കാൻ അവരെ സജ്ജരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രവീൺ കുരിശിങ്കൽ അച്ഛനെയും വചനം കുറിച്ച് വിളമ്പിയ ബഹുമാനപ്പെട്ട റോജു അച്ഛനെയും നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട ജോയ് തേരക്കാട്ട് അച്ഛനെയും മറ്റ് സഹകാർമ്മികരെയും എല്ലാ സന്യസ്തരെയും ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ഭാര്യയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുമക്കളെയും യുവതി യുവാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും തിന്മകളുടെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് വിശ്വാസത്തിൻ്റെ പ്രഘോഷകരും ദൈവരാജ്യത്തിൻ വക്താക്കളുമായി തീരാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ ഭക്തസംഘടനകളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. രക്ഷയുടെ അടയാളമായ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശുദ്ധ കുരിശിൻ്റെ തണലിൽ അഭയം തേടിക്കൊണ്ട് ജീവിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധ കുരിശിനാൽ ഉദ്ധിതമാക്കണമെന്നും ജീവിത കുരിശും വഹിച്ചുകൊണ്ട് അങ്ങേ പാത പിന്തുടരുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാത്സല്യനിധിയായ ദൈവമേ, ദേവാലയത്തിന്റെ നവീകരണത്തിനും ഞങ്ങളുടെ തിരുനാളിനുമായി അഹോരാത്രം പ്രയത്നിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. അവർ ഏറ്റെടുത്ത ഈ വലിയ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ട കൃപ അവരിൽ ചുരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമ്മുടെ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ കുട്ടികളെയും ടീച്ചേഴ്സിനെയും മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ട ധൈര്യവും ശക്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹവിശ്വാസക്കുറവുകൾ പരിഗണിക്കാതെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഇവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങനെ വിശ്വസിക്കുന്ന ഇവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. അലിവുള്ള ദൈവമേ അലിയുന്ന സ്നേഹമേ അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണേ ആരാധ്യമാകും തിരുസന്നിധി. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണേ ആരാധ്യമാകും തിരുസന്നിധി. അലിവുള്ള ദൈവമേ അലിയുന്ന സ്നേഹമേ അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. ആയത്തിലുയരുമി കാരുണ്യരൂപത്തിൽ കാഴ്ചയായിടാമേ സർവ്വം. കാരുണ്യവാരിധി സ്വീകരിക്കൂ. ധന്യമാക്കി ജീവിതം. പ്രിയ സഹോദരനെ, നമ്മൊന്ന് ചേർന്ന് അർത്ഥിക്കുന്ന ഈ ബലി സർവശക്തനാമമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവേ, പുരുഷന്റെ അൾത്താരയിൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയർപ്പണം ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിനെ ഉയർത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിക്കാം.
പരിശുദ്ധനാം ദൈവമേ, ഭക്തിയോടങ്ങേ നന്ദി മൃത്യുവേ പ്രഖ്യാപനം ചെയ്ത് മേവിടൂ ഈ ജനം ആർത്തഭക്തിയാ കണ്ണുയർത്തിയെങ്കിൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവർ പ്രഘോഷിക്കുന്നു. നിത്യവും മംഗളം ആടി പറഞ്ഞിടുന്നു. ആദികാലത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ, ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധം 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 സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും
ദീർഘവുമായി തീരുമാറാകട്ടെ. ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ വ്യാപവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപനാധ്യക്ഷനായ അംബ്രോസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകൾ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴുന്ന ഞങ്ങൾ തൻ നാഥാ, നിൻ നാമം പൂജിതമായി വേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോലെ നിന്നുള്ളതായിലും അന്നന്നു വേണ്ടുന്നതാകാരം ഞങ്ങൾക്കു നൽകുമാറായി വേണം. അന്യൻ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങളിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ച കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിച്ചു വാഴണം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ും
തിരുഹൃദയമേ തിരുമുമ്പിൽ തുണിവരെ
പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ദിവ്യവിരുദ്ധനാൽ പരിപോഷിതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശു മരണം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സഹോദരരെ, വാത്സല്യമുള്ള കുട്ടികളെ, വിശുദ്ധ കുരിശിൻ്റെ തിരുനാളിൻ്റെ രണ്ടാമത്തെ ദിനത്തിലേക്ക് എന്ന് പ്രവേശിച്ചാൽ, പരിശുദ്ധ ബലി അർപ്പിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്ന് പരിശുദ്ധ ബലി അർപ്പിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ബഹുമാനപ്പെട്ട പ്രവീണച്ചൻ, ഒരുപക്ഷെ നമുക്ക് ചിലർക്കൊക്കെ സുപരിചിതൻ അല്ല എന്ന് ആണ് കരുതുക. കാരണം അദ്ദേഹം കുറച്ച് നാളായി അദ്ദേഹം പഠിക്കുവാനായി റോമിൽ ആയിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ച് നമ്മുടെ രൂപതയിലേക്ക് തിരിച്ചു വന്നത്. പിതാവ് നമ്മുടെ രൂപതയിലേക്ക് ക്ഷണിച്ചത്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ രൂപതയിലെ ഫാമിലി അപ്പോസ്റ്റലിൻ്റെ ഡയറക്ടറായി അഭിനന്ദിതാവ് നിയമിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് പ്രവീണച്ചൻ ഇന്ന് പരിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തത്. സന്തോഷത്തോടെ ഞാൻ വരാമെന്നും നമുക്ക് വേണ്ടി പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം നമ്മളോട് പറയുകയാണ്. ഇന്ന് ഇവിടെ വന്ന് പരിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രിയ ബഹുമാനപ്പെട്ട പ്രവീൺ കുരിശുംകുളച്ചന് എല്ലാവരുടെയും പേരിൽ, പ്രസിദ്ധന്മാരുടെയും എല്ലാവരുടെയും പേരിൽ എൻ്റെ ഹൃദ്യമായ നന്ദി അർപ്പിക്കുകയാണ്. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയുമാണ്. എന്ന വചനപ്രഘോഷണം നടത്തിയ ബഹുമാനപ്പെട്ട റോജു അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ദേവാലയത്തിൽ വന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചതാണ്. അതുപോലെ നമ്മളോട് വചനം പങ്കുവെച്ചിട്ടുള്ളതുമാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് വചന പ്രഘോഷണത്തിൻ്റെ ആരംഭത്തിൽ നമ്മളോട് സംസാരിച്ചു തുടങ്ങിയത്. അദ്ദേഹവും വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുരിശിൻ്റെ ഈ ആലയത്തിൽ വിശുദ്ധ കുരിശിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറഞ്ഞു തരികയാണ്. കുരിശ് എപ്രകാരം ആവശ്യവും ആവേശവും അതുപോലെ തന്നെ കുരിശിൻ്റെ മഹത്വവും ഒക്കെ എപ്രകാരം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളോട് സംസാരിക്കുകയാണ്. വിശുദ്ധ കുരിശ് ആവശ്യവും അതുപോലെ തന്നെ അത് ആദർശവുമാണ് എന്ന് നമുക്ക് കാണിച്ചു തരുവാൻ ദൈവമായ കർത്താവ് ഈ ലോകത്തിലേക്ക് തൻ്റെ ഏകപുത്രനെ തന്നെയാണ് അയച്ചത്. കുരിശില്ലാതെ വിജയിക്കാൻ മനുഷ്യരായ നമുക്ക് സാധിക്കുകയില്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ ഏകപുത്രനെ തന്നെയാണ്. ഇത് ആവേശത്തോടെ സ്വീകരിച്ചുകൊണ്ട് അത് നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്നവരാണ് അപ്പോസ്തലന്മാർ. അപ്പോൾ ഈ ആദർശം യേശുവിൽ നിന്നാണ് നാം എടുക്കുന്നത്. ഈ കുരിശിൻ്റെ ആവശ്യം ലോകത്തെ പഠിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനിലൂടെ തിരുമനസ്സാണെങ്കിൽ
അത് നമുക്ക് കൂടുതൽ അനുഭവ തലത്തിലേക്ക് അപ്പോസ്തലന്മാരാണ് യേശു ഒരുക്കിയ അപ്പോസ്തലന്മാരാണ്. അത് കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ തക്കവിധം പുരുഷന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് പുരുഷനെ കുറിച്ച് എത്ര മനോഹരമായ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമായും അതുപോലെ തന്നെ വചനാധിഷ്ഠിതമായും നമ്മളോട് സംസാരിച്ച വചനം ഉപയോഗിച്ച ബഹുമാനപ്പെട്ട റോജി അച്ഛന് എല്ലാവരുടെയും പേരിൽ എല്ലാം കൃത്യമായ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ വിശുദ്ധ കുരിശിൻ്റെ വലിയ സംരക്ഷണം അച്ഛനും അച്ഛൻ്റെ പ്രവർത്തന മേഖലകളിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയുമാണ്. എന്ന് നമ്മളോടൊപ്പം വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വൈദികരായ ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവക അംഗങ്ങളായ ആൻഡ്രസ് അച്ഛൻ, അതുപോലെ തന്നെ ബിബിൻ അച്ഛൻ, എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ജോസഫ് അച്ഛൻ നമുക്ക് ഇന്നലെയും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം നമ്മുടെ തിരുനാൾ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛനും ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുകയാണ്. എല്ലാ അച്ഛന്മാർക്കും ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുകയാണ്. എന്നാൽ ദൈവബലിക്ക് നേതൃത്വം നൽകിയ മതബോധന യൂണിറ്റും ഭക്ത സംഘടനകളുമാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. കാഴ്ച സമർപ്പണത്തിലും മറ്റേ തിരുക്കർമ്മത്തിൻ്റെ എല്ലാ കാര്യത്തിലും വളരെ ക്രമമായും ചിട്ടയായും കാര്യങ്ങൾ നിർവഹിച്ച എല്ലാ അധ്യാപകർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും നന്ദി പറയുന്നു. ഭക്ത സംഘടനകളിലെ അംഗങ്ങൾക്കും നന്ദി പറയുകയാണ്. നാളെ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കരുണയുടെ ജപമാല 5:30 ദൈവബലി. നാളെ മുഖ്യ കാർമ്മികനായിരിക്കുക ബഹുമാനപ്പെട്ട ആന്റണി ചില്ലിട്ടശ്ശേരി അച്ഛനാണ്. നാളെ വചന പ്രഘോഷണ കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ക്ലോഡിൻ വിവേക അച്ഛനാണ്. നാളെ ദൈവബലിക്ക് നേതൃത്വം നൽകുന്നത് ഇടവകയിലെ യുവജനങ്ങളാണ് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് ദൈവബലിക്ക് ശേഷം നോട്ടീസിലുള്ളതുപോലെ മതബോധന വാർഷിക പരിപാടികളാണ്. നമ്മുടെ കുട്ടികളുടെ മതബോധന വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ചെറിയ ഒരു മീറ്റിങ്ങും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളുമാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കുകയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാനായിട്ട് നിങ്ങളോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും സമാപന ആശീർവാദം സ്വീകരിക്കുവാനായി എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുവാറാകട്ടെ. സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവിൻ. ഇവരെ സമാധിച്ചു. ജീവനാഥനേ
ജീവ